ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ അമിത് ഷാജി ഇവിടെ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മാർക്സിസ്റ്റ് അക്രമത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് ഇവിടെ ചികിത്സയിൽ കഴിയുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രചാരക് അമൽ കൃഷ്ണയെ സന്ദർശിക്കുകയാണ്. അതോടൊപ്പം തന്നെ പരിക്കേറ്റ് കഴിയുന്ന അർജുൻ ഗോപാൽ, വിക്രം തുടങ്ങിയിട്ടുള്ളവരെ സന്ദർശിക്കുകയുണ്ടായി. ഈ അക്രമപ്രവർത്തനം ഇവിടെ നടക്കുന്നത് കേട്ട മാത്രമേ അത് സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിക്കും. ആശുപത്രിയിൽ കഴിയുന്ന സഹപ്രവർത്തകരെ നേരിൽ കാണണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം നേരിട്ട് ഇവരെ കാണുന്നതിന് വേണ്ടി മാത്രമാണ് കേരളത്തിൽ അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നത്. അദ്ദേഹം मीडिया സുഹൃത്തുക്കളെ അഭിസംബോധന ചെയ്തു. आज राष्ट्रीय स्वयंसेवक संघ के एक युवा प्रचारक श्री अमल कृष्णा पर जो राजनीतिक हमला हुआ और उनके कारण बहुत गंभीर चोट खाने के बाद श्री अमल कृष्णा आज भी संघर्ष कर रहे हैं. पूरे देश के भारतीय जनता पार्टी के और राष्ट्रीय स्वयंसेवक संघ के कार्यकर्ता अमल ए लड़ाई में विजयी होकर बाहर आए, इसके लिए हृदय से प्रार्थना कर रहे हैं. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ യുവാവായിട്ടുള്ള പ്രചാരകൻ ശ്രീ അമൽ കൃഷ്ണ രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണത്തിൽ പരിക്കുപറ്റി ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹം ആശുപത്രിയിലും അദ്ദേഹം വലിയൊരു സംഘർഷത്തിലാണ്. രാജ്യം മുഴുവനുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും പ്രവർത്തകർ അദ്ദേഹം ഈ സംഘർഷത്തിൽ വിജയിയായിട്ട് പുറത്തു വരും എന്നുള്ള പ്രാർത്ഥനയിലാണ്. केरल में कई वर्षों से हमारे कार्यकर्ताओं पर हिंसक हमले कम्युनिस्ट पार्टी के द्वारा होते हैं. जो लोग देश में हमें टॉलरेंस की नसीहत देते हैं वो खुद केरल और बंगाल में हिंसा के रास्ते विचारधारा को दबाने का प्रयास करते हैं. मैं उनको कहना चाहता हूं कि हिंसा कभी कोई विचारधारा को रोक नहीं सकती और जितने भी कार्यकर्ताओं ने हमारे कार्यकर्ताओं ने बलिदान दिया है, इतनी ही हमारी विचारधारा ज़्यादा ताकतवर होकर बाहर आई है. കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ അക്രമത്തിൻ്റെ മാർഗം അവലംബിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം മുഴുവൻ സഹിഷ്ണുതയുടെ പാഠം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്ന ഇവർ കേരളത്തിലും ബംഗാളിലും അക്രമത്തിൻ്റെ മാർഗം അവലംബിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ട് നിലപാടെടുത്തിരിക്കുന്നത്. അവരോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ആശയപ്രസ്ഥാനത്തെയും അക്രമത്തിലൂടെ തടഞ്ഞു നിർത്താനാവില്ല എന്നുള്ളത് അവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. कम्युनिस्ट पार्टी हिंसा करती है और कांग्रेस
कि सरकार हिंसा होने देती है। केरल को हिंसा से मुक्त करने का एक ही रास्ता है, ऐसी सरकार चुने जो हिंसा में विश्वास न करती हो। കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്രമത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നു. കോൺഗ്രസ് ആ അക്രമത്തിന് സാഹചര്യമൊരുക്കി കൊടുക്കുന്നു. കേരളത്തിന് അക്രമത്തിൻ്റെ ഇതിൽ നിന്ന്, ഈ സാഹചര്യത്തിൽ നിന്ന് മുക്തമാകണമെങ്കിൽ അക്രമത്തിൽ വിശ്വസിക്കാത്ത ഒരു ഭരണ സംവിധാനം കേരളത്തിൽ ഉണ്ടാകുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. पूरी दुनिया में कम्युनिस्ट पार्टी सिमट कर रह गई है। भारत में भी त्रिपुरा छोड़कर कहीं पर उनको जनादेश प्राप्त नहीं है। हिंसा के रास्ते से अगर कम्युनिस्ट पार्टी ये सोचती है कि हम अपनी ताकत बढ़ा लेंगे तो ये सोच उनकी गलत है। भारतीय जनता पार्टी के कार्यकर्ता ये हमले का जवाब, चोट का जवाब वोट से देने की अपील के साथ पूरे केरल की जनता को अपील करते हैं कि केरल में विकास और शांति चाहिए, तो जिनके काम की रचना ही हिंसा के आधार पर हुई है, ऐसी पार्टियों को केरल की जनता नकार दे। രാജ്യം മുഴുവൻ കമ്മ്യൂണിസം അവസാനിച്ചിരിക്കുകയാണ്. ഈ രാജ്യത്ത് തന്നെ ത്രിപുര ഒഴിച്ചുള്ള മറ്റെല്ലാ സ്ഥലത്തും ജനപിന്തുണ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്. അക്രമത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയെ തടയാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ വോട്ടിൻ്റെ ജനപിന്തുണയുടെ, ജനങ്ങളുടെ അഭിപ്രായത്തിൻ്റെ, സമ്മതിദാനത്തിൻ്റെ അവകാശം ഉപയോഗിച്ചുകൊണ്ട്, ആ മാർഗം ഉപയോഗിച്ചുകൊണ്ട് അതിന് കനത്ത തിരിച്ചടി നൽകാൻ ജനങ്ങൾ തയ്യാറാവണം, ജനങ്ങൾ സന്നദ്ധരാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൽ ശാന്തിയും വികസനവും, സമാധാനവും വികസനവും, ഇത് രണ്ടും സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് കേരളത്തിലെ ജനങ്ങൾ എടുക്കണം എന്നാണ് കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ. एक 27 साल का युवा बीटेक होकर अपने परिवार के लिए काम करने की जगह पूरा जीवन देश के लिए काम करने का संकल्प करता है। ऐसे बच्चे पर हमला करना और वो हमले के माध्यम से हमारी विचारधारा के कार्यकर्ताओं में भय पैदा करना, मुझे लगता है कि इससे ज़्यादा निंदनीय काम कोई हो नहीं सकता। क्या दोस्त था ये अमल कृष्णा का? वो भी तो एक अच्छा जीवन जी सकते थे, एक अच्छी नौकरी लेकर अपने माँ बाप की सेवा कर सकते थे। अमल कृष्णा ने पूरा जीवन देश की सेवा करने के लिए समर्पित किया, और आज जब मैं अमल कृष्णा को जीवन और मृत्यु के बीच में संघर्ष करता देखता हूँ, उनकी माता पिता की आंख में आंसू देखता हूँ, तो मेरा और हमारे जैसे हजारों लाखों कार्यकर्ताओं का निश्चय और दृढ़ हो जाता है कि हिंसा के रास्ते पर चलने वाले को हम विजयी नहीं होने देंगे। 27 വയസ്സുള്ള ഒരു ശേഷം സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നതിന് പകരം ഈ നാടിനും സമൂഹത്തിനും വേണ്ടിയിട്ടുള്ള ജീവൻ സമർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ, അങ്ങനെയുള്ള ഒരു വ്യക്തിക്കെതിരായിട്ട് അക്രമത്തിൻ്റെ മാർഗം അവലംബിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ ഭയപ്പെടുത്താം എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി ധരിക്കുന്നതെങ്കിൽ, അതിനേക്കാൾ അപലപനീയമായിട്ടുള്ള മറ്റൊരു ചിന്ത ഈ ലോകത്തില്ല എന്ന് പറയേണ്ടി വരും. അമൽകൃഷ്ണ എന്ത് ദോഷം ചെയ്തു എന്ന് വിശദീകരിക്കണം. അമൽകൃഷ്ണയ്ക്കും വേണമെങ്കിൽ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന സാധാരണക്കാരെ പോലെ ജോലി ചെയ്ത് ജീവിക്കാമായിരുന്നു. അതിനു പകരം സമൂഹത്തിന് വേണ്ടിയും നാടിനു വേണ്ടിയിട്ടും ജീവിക്കാൻ, അതിനു വേണ്ടിയിട്ട് സ്വയം സമർപ്പിക്കാൻ അങ്ങനെ തയ്യാറാവുന്ന ഒരാൾക്ക് എതിരായിട്ട് നടത്തിയിട്ടുള്ള ഈ അക്രമത്തിൽ
പരിക്കുപറ്റി ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ മല്ലടിക്കുമ്പോൾ ആ മല്ലടിക്കുന്നത് കണ്ട് അമൽകൃഷ്ണയുടെ അച്ഛനമ്മമാരുടെ കണ്ണീരണിയുമ്പോൾ, അവരുടെ കണ്ണീര് കാണുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ നിശ്ചയദാർഢ്യം, ആ നിശ്ചയദാർഢ്യമാണ് വർദ്ധിക്കുന്നത്. अमल कृष्णा पर हमला ये कोई पहली घटना नहीं है, एक सिलसिला है हमारे विचार को रोकने का। कई कार्यकर्ताओं ने बलिदान दिया है और आज अमल कृष्णा भी जीवन और मृत्यु के बीच में संघर्ष कर रहे हैं। मैं भारतीय जनता पार्टी के करोड़ों कार्यकर्ताओं की ओर से ईश्वर से ये प्रार्थना करना चाहता हूँ कि इस हमले में जो सभी कार्यकर्ता घायल हुए हैं वो जल्दी स्वास्थ्य लाभ करें और फिर से एक बार इस विचारधारा के लिए काम करने के लिए स्वस्थ होकर बाहर आए। और मैं केरल की जनता को भी अपील करना चाहता हूं कि कांग्रेस कम्युनिस्ट कांग्रेस का जो सिलसिला केरल में चला है, इससे केरल में हिंसा रुक नहीं सकती। अगर केरल में हिंसा रोकनी है तो एक बार भारतीय जनता पार्टी की पूर्ण बहुमत की सरकार केरल में बनानी पड़ेगी, तभी जाकर ये हिंसा का सिलसिला, ये नवयुवानों का बलिदान और विचारधारा के खिलाफ हिंसक हमले समाप्त होंगे। ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ടുള്ള ഈ അക്രമങ്ങൾ ഇതൊരു പുതിയ കാര്യമല്ല. നിരവധി കാലങ്ങളായിട്ട് ഈ തരത്തിലുള്ള അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അക്രമങ്ങളിലൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നോട്ടുള്ള ആ പ്രയാണത്തെ തടയാൻ സാധിക്കും എന്ന് ആരും കരുതരുത്. ആ എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് അമൽകൃഷ്ണയുടെ ജീവനും മരണത്തിനുമിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആയുസ്സിനു വേണ്ടി, ആരോഗ്യത്തിനു വേണ്ടി ഈ രാജ്യത്തെ കോടിക്കണക്കിന് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന ഈശ്വരനോടുള്ള പ്രാർത്ഥനയുണ്ട്. കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥന എന്നുള്ള നിലയിൽ സൂചിപ്പിക്കാനുള്ളത്, CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും മാറി മാറിയുള്ള ഭരണത്തെ അനുകൂലിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അക്രമത്തിൻ്റെ മാർഗം, അക്രമത്തിൻ്റെ സാഹചര്യം, അങ്ങനെയുള്ളൊരു അന്തരീക്ഷം അവസാനിപ്പിക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് പൂർണ്ണ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഒരു സർക്കാർ, അങ്ങനെയുള്ള ഒരു സർക്കാർ രൂപീകരണത്തിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതിനനുകൂലമായിട്ടുള്ള നിലപാടെടുക്കണം എന്ന് കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. ये जघन्य हमले में घायल हमारे सारे कार्यकर्ताओं को KIMS अस्पताल ने अच्छे से उनकी देखभाल की है और उनके स्वास्थ्य की चिंता की है। पार्टी की ओर से हॉस्पिटल मैनेजमेंट के प्रति हम सभी भारतीय जनता पार्टी के कार्यकर्ता आभार व्यक्त करते हैं और अमल कृष्णा के माता पिता और बहन तीनों को भारतीय जनता पार्टी के सभी कार्यकर्ता इनकी संकट की घड़ी में इनके साथ खड़े हैं और उनसे भी ज़्यादा वेदना के साथ, उनसे भी ज़्यादा कृतज्ञता के साथ ईश्वर से प्रार्थना करते हैं कि भाई अमल कृष्णा बहुत जल्दी स्वस्थ होकर इनके परिवार में वापस लौटें। ഈ സംഘർഷത്തിൽ പരിക്കുപറ്റിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും അമൽകൃഷ്ണ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തകരുടെയും ചികിത്സയുടെ അവരെ സുഖപ്പെടുത്താനായിട്ട് അക്ഷീണം പരിശ്രമിച്ച കിംസ് ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റും ഇവിടെയുള്ള ഡോക്ടർമാരും ഇവിടെയുള്ള മറ്റ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവരോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ നന്ദി അറിയിക്കാൻ, കൃതജ്ഞത അറിയിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. അമൽകൃഷ്ണയുടെ മാതാപിതാക്കൾ, സഹോദരി എന്നിവരോടൊക്കെ അവരുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും അമൽകൃഷ്ണ ജീവിതത്തിലേക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരണം എന്ന് പ്രാർത്ഥിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. ധന്യവാദം.